സൈമൺ ബ്രിട്ടോയെ പോലുള്ള ആളുകൾ കേരളത്തിലെ കലാലയങ്ങളിലെ സമാധാനത്തിന്റെ പാഠപ്രവുകളാണ് എന്നുള്ളത് ഇതിനോടകം പല സംഭവങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വിട്ടിട്ട് ഈ CBI അന്വേഷണത്തിലേക്ക് വന്നാൽ നന്നായിരുന്നു. ഈ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ബോധ്യം നിഷയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ നിഷയ്ക്ക് പ്രത്യേക ഒരു പദവി ഇല്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ഒരു പ്രത്യേക സംവിധാനം നിങ്ങൾക്കും ഇല്ലല്ലോ. ഒരു കൂടുതലൊന്നും വേണ്ടല്ലോ ശ്രീ അനിൽകുമാർ. ഇന്ന് വന്ന ആന്റി റാഗിംഗ് സമിതിയുടെ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നാണിക്കണം ഇത്തരം ക്രിമിനൽ കൂട്ടങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാർ. ഇവരെ ഇറക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയ CPM-ന്റെ നേതാവടക്കം നാണിക്കണം. താങ്കൾ വായിച്ചു നോക്കൂ ആന്റി റാഗിംഗ് സമിതിയുടെ കണ്ടെത്തലുകൾ. ഇവരെ ക്രിമിനലുകൾ എന്ന് വിളിക്കാമോ എന്ന് പോലും സംശയം. ക്രിമിനലുകൾക്ക് പോലും നാണക്കേടാവുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തവരെ കുറിച്ച് താങ്കൾ ഇനി ന്യായീകരിക്കരുത്. 10-18 പേരുള്ളതിൽ മുഖ്യപ്രതി എന്ന് പറഞ്ഞ ആളാരാണ്? ആ മുഖ്യപ്രതി സിജോ ജോൺസൺ എന്ന് പറയുന്ന മുഖ്യപ്രതിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആള്, ആ ആൾ യഥാർത്ഥത്തിൽ SFI ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ. ഈ കൊലയാളിയായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. അദ്ദേഹം KSU പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പേര് നിഷ ഈ ചാനലിലൂടെ ഒന്ന് പറയുമോ? ഞാൻ പറയാൻ വേണേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ചാനൽ ഞാൻ കേട്ടില്ല. 18 പ്രതികളിൽ 4 പേർ അല്ലെങ്കിൽ 5 ക്രിമിനലുകളുടെ ബന്ധുക്കളുടെ പേര് പറയുന്നതിനും ഇവിടെ ഒരു തടസ്സവുമില്ല. താങ്കൾക്ക് ധൈര്യമായി പറയാം. അത് നമുക്ക് VRM ഷഫീറിനോട് ചോദിക്കുകയും ചെയ്യാം. താങ്കൾ ധൈര്യമായി പറയൂ, താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ. നിങ്ങളിപ്പോ SFIയെ കുറിച്ച് പറയുന്ന ധൈര്യം ഉണ്ടല്ലോ. ആ SFIയെ കുറിച്ച് പറയുന്ന ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വക്കീലിന്റെ പേര് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് SFIയെ കുറിച്ച് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? നിങ്ങൾ പറഞ്ഞ മാടപ്പരാവിനെ പോലെ ആ ധൈര്യം ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ നിങ്ങൾ അതേ പറയട്ടെ. നിങ്ങളിപ്പോ SFIയെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് ഞാൻ വെളിപ്പെടുത്തുകയല്ല വേണ്ടത്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്കൾ എന്തിനാണ് ഈ കോൺഗ്രസ് നേതാവായ വക്കീലിന്റെ പേര് പറയാൻ പഠിക്കുന്നത്? ഞാൻ താങ്കളോട് പറഞ്ഞത് ധൈര്യമായി ഈ പ്ലാറ്റ്ഫോമിൽ അത് പറയൂ. എനിക്കറിയില്ല, എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. കോൺഗ്രസ് നേതാവായ വക്കീലിന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. താങ്കൾ പറയൂ. കാരണം ഇങ്ങനെയാണ് ഇവരെയൊക്കെ കുടുംബത്തിൽ പഠിപ്പിച്ചു വിടുന്നത്. അവരുടെ പേരുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വരുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു ധൈര്യം കണ്ട് എനിക്ക് ധൈര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ധൈര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് നല്ല ധൈര്യമാണ്. ആ ധൈര്യം നിങ്ങൾക്കുണ്ടോ KSUവിന്റെ പേര് പറയാനെന്നാണ് ചോദ്യം. സിജോ ജോൺസന്റെ മാതാപിതാക്കളുടെ രാഷ്ട്രീയം ഞാൻ കേട്ടില്ല. ഇപ്പൊ ഈ പറയുന്ന ഒരു വക്കീലിന്റെ മകൻ കേസിൽ പ്രതിയാണ്. ഇത്തരം ക്രിമിനലുകളുടെ പേരുകൾ എവിടെ പറയുന്നതിന് അതിപ്പോഴാണ് നിങ്ങളുടെ ഇന്റർവ്യൂവില്ലാത്ത പറയും, SFI ആയാലും പറയും. പക്ഷെ താങ്കൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയാം? താങ്കൾ പറഞ്ഞാൽ ഞാനത് ഏറ്റു പറയും. എനിക്ക് ഒരു മടിയുമില്ല. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ്. വയനാട്ടിൽ നിങ്ങൾക്ക് ഒരു ബ്യൂറോ ഉണ്ടല്ലോ. പറയട്ടെ, ഞങ്ങൾ പറയുന്നു SFI മാത്രമല്ല 18 കുട്ടികൾ അതിലുണ്ട്. 18 കുട്ടികൾ മാത്രമല്ല, ആ ക്യാമ്പസിനകത്ത് നിരവധി വിദ്യാർത്ഥികൾ ഈ സംഭവത്തിന് സാക്ഷികളായിട്ടും മിണ്ടിയിട്ടില്ല. ഒരു ക്യാമ്പസ് വർഷം അവസാനിക്കുന്ന സമയത്താണ് നമ്മളൊക്കെ കോളേജ് പഠിച്ചത്. ക്യാമ്പസിനകത്ത് എത്ര വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്? ഞാൻ പറയട്ടെ, ദയവായി കേൾക്കൂ. നമ്മൾ റാഗിംഗ് എന്ന് പറയുന്നു. നിങ്ങളൊരു ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞെട്ടിപ്പോകുമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്ന, ഒരു ക്യാമ്പസിനകത്ത് ഈ ഫെബ്രുവരി മാസത്തിലാണോ റാഗിംഗ് വരുന്നത്? 1ാം വർഷ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ താമസിപ്പിക്കാറില്ല തുടങ്ങി നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്ത കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എനിക്ക് താങ്കളോടൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. പക്ഷേ എന്റെ ചോദ്യം, നിഷ്പക്ഷമായി നടന്നു എന്ന് പറയുന്ന പോലീസ് അന്വേഷണം, മുഖ്യമന്ത്രി പറയുന്ന പോലീസ് അന്വേഷണം, അതിലെന്തുകൊണ്ടായിരിക്കാം സിദ്ധാർത്ഥിന്റെ കുടുംബാംഗങ്ങൾക്ക് വിശ്വാസമില്ല? താങ്കളുടെ പൊന്നു, ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. റാഗിംഗ് പോലും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. CBI എൻക്വയറി നടത്താമെന്ന് രക്ഷകർത്താക്കളുടെ ആവശ്യത്തെ കേരളത്തിലെ ബഹുമാന്യ മുഖ്യമന്ത്രി സമ്മതിച്ചതായി ഇന്ന് വാർത്തകൾ പുറത്തുവരികയുണ്ടായി. ഒന്നാമതായിട്ട് നന്ദി പറയേണ്ടത്, കഴിഞ്ഞ 7 ദിവസക്കാലമായിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടം, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് ഉൾപ്പെടെയുള്ള 100 കണക്കിന് വരുന്ന KSUവിന്റെ പ്രവർത്തകരുടെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള സമരം അത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ട്, ഗവർണറെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ ഗവർണറോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു സംഭവ വികാസം നടന്ന ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഗവർണറുടെ പ്രത്യേകമായ നിക്ഷിപ്തമാക്കപ്പെട്ട അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കത്തുണ്ട്. അഥവാ ജുഡീഷ്യൽ എൻക്വയറിയോ CBI എൻക്വയറിയോ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ തലവൻ നടത്തിയ കത്താണ് രണ്ടാമത്തെ പ്രഷർ. ഈ രണ്ട് ഘട്ടത്തിന് പുറമെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു. പല മാധ്യമങ്ങളും ഇതൊരു ചർച്ചയാക്കി. മാധ്യമങ്ങളുടെയും ഗവർണറുടെയും UDFന്റെയും കൃത്യമായ നിരീക്ഷണത്തിൽ കേരളത്തിന്റെ പൊതുബോധത്തിൽ രൂപപ്പെട്ട ഒരു വലിയൊരു സമരമുണ്ട്. ആ സമരം SFIയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കാൾ മൃഗീയമായ ക്യാമ്പസുകൾ ഇടിച്ചു നിരത്തിയില്ല എങ്കിൽ കേരളത്തിലെ സകലമാന അമ്മമാർക്കും ആദിയായിരിക്കും, അവരുടെ മക്കൾക്ക് തോര കണ്ണുനീരായിരിക്കും എന്നൊരു പൊതുബോധം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ ഇതിന്റെ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ട് CBI? ഞാൻ അതിനകത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രതിയുടെ അച്ഛൻ എന്നോ ഏതെങ്കിലും ഒരു KSUക്കാരനാണ് ഇതിനകത്ത് പ്രതിയായതെന്നോ എന്ന SFIയുടെയോ അല്ലെങ്കിൽ ശ്രീ അനിൽകുമാറിന്റെയോ കെണിയിലൊന്നും ഞാൻ പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അതിനകത്ത് KSUക്കാരുണ്ടോ? KSUവിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള ഒരു ക്യാമ്പസിൽ KSUവിന്റെ അനിഷേധ്യനായ ഒരു നേതാവ് SFIക്കാരോടൊപ്പം രൂപപ്പെടുത്തിയ ഒരു കൊലപാതകമാണിതെങ്കിൽ അന്വേഷിക്കണം സാർ. നിങ്ങളല്ലേ പോലീസ്, നിങ്ങളല്ലേ ഇന്റലിജൻസ്, നിങ്ങളല്ലേ അന്വേഷണത്തിന്റെ എല്ലാ സാമഗ്രികളും? കോൺഗ്രസോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഘടകമോ അയ്യോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുത്തൻ കൂടി പെട്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞങ്ങൾ ഒരു മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് തള്ളിക്കയറാൻ പറ്റത്തില്ല. അതാണ് ഇതിനകത്തുള്ള ഉറപ്പ്. എന്തുകൊണ്ട് CBI എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചർച്ചയെ വഴിതെറ്റിക്കാൻ ശ്രീ അനിൽകുമാർ എന്തെല്ലാം പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അതിങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു മരണത്തെ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തെ ഒരു ആത്മഹത്യയാക്കാൻ ശ്രമിക്കുന്ന ആ കൺസേൺ പോലീസ് സ്റ്റേഷനിലെ CIയും DYSPയും അഥവാ പിണറായി വിജയന്റെ പോലീസ് ഉത്തരം നൽകേണ്ട ഒന്നാമത്തെ കാര്യം, ഒരാത്മഹത്യയിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലിഗേച്ചറാണ്. ലിഗേച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിയമം അറിഞ്ഞുകൂടാത്തവർക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റത്തില്ല, കെട്ടാണ്, കുരുക്കാണ്. ആ ലിഗേച്ചർ ഒരാത്മഹത്യയാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പ്രൈമറി എവിഡൻസ് അത് ലിഗേച്ചർ ആണെന്നിരിക്കവേ ഈ കേസിൽ ഇതുവരെയും തൂങ്ങി മരിച്ചു എന്ന് പോലീസ് പറയുകയും കെട്ടിത്തൂക്കിയതാണെന്ന് പൊതുജനങ്ങൾ പറയുകയും ചെയ്യും. ദ ലിഗേച്ചർ, കുരുക്ക് അഥവാ കയറിന്റെ കുരുക്ക് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികൾ വിചാരണ ഘട്ടത്തിൽ രക്ഷപ്പെട്ടു പോകും എന്നുള്ള ആശങ്കയുടെ ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ അടിസ്ഥാനം, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതിന് ഇരിക്കട്ടെ, ഒരു തത്വത്തിൽ ഒരു ഇതിനു വേണ്ടി സമ്മതിച്ചാൽ പോലും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് ആ റൂമിനകത്തുള്ള ഫിംഗർ പ്രിന്റ് ആണ്. SFIക്കാരോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിനകത്ത് ഇടിച്ചു കയറി പ്രതിയാക്കപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തെളിവെടുപ്പ് നടത്തിയതോടുകൂടി തന്നെ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള സകലമാന തെളിവുകളും പ്രൈമറി എവിഡൻസുകൾ അവിടെ നഷ്ടപ്പെട്ടിരിക്കാനാണ് സാധ്യത. ഇവിടുത്തെ പ്രശ്നം, ഞങ്ങൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കി. അതിനകത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ചില ഇംപ്രഷനുകളുണ്ട്. അതൊരു മെഡിക്കൽ വേർഡാണ്. ആ ഇംപ്രഷനുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ നിങ്ങളടുത്ത് പറയാം. ഈ കുരുക്കുമായി ബന്ധപ്പെട്ട ഇംപ്രഷനുകൾ അത് സാധാരണഗതിയിൽ ശാസ്ത്രീയമായ ഒരു ആത്മഹത്യ നടന്നാൽ കാണുന്നത് ഇങ്ങനെയാണ്. റേഡിയൽ ഐറ്റത്തിലായിരിക്കും, അഥവാ ഭൂമിക്ക് സമാന്തരമായിട്ടുള്ള ഒരു ഇംപ്രഷനെ കിട്ടത്തുള്ളൂ. എന്നാൽ ഈ കേസിൽ ഇതിനകത്ത് ഒബ്ലിക് ആയിട്ടുള്ള ഒരു ഇംപ്രഷനാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് സയന്റിഫിക്. ഇതിപ്പോ ഞാനിതിപ്പോ ഇത് പറയുന്നത് FSLകാർക്ക് മനസ്സിലാവും, DYSPക്ക് മനസ്സിലാവും, പോലീസിന് മനസ്സിലാവും, അത്യാവശ്യം നിയമപരമായ അറിവുള്ളവർക്ക് മനസ്സിലാവും. അഥവാ ഇവിടെ കിട്ടിയിരിക്കുന്നത് റേഡിയൽ ആയിട്ടുള്ള ഇംപ്രഷനും ഒബ്ലിക് ആയിട്ടുള്ള ഇംപ്രഷനും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞാൽ തന്നെ ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. നേരെ തെളിവുകൾ പോകുന്നത് കൊലപാതക സന്ധിയിലേക്കാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നോക്കൂ, ലിഗേച്ചർ. ആ ലിഗേച്ചറിനകത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു കരുതുക. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കുരുക്കിടാറുണ്ട്, സാധാരണഗതിയിൽ കുരുക്കിടാറുണ്ട്. അതൊരു ഏതെങ്കിലും ഫൈബർ എന്തെങ്കിലും ഒരു ഐറ്റത്തിലാണ് കുരുക്കിട്ടത് കരുതുക. ഏത് തരത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ ഈ കൈവിരലിന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഭാഗത്ത് ഫൈബർ ആയിരുന്നാലും തുണിയായിരുന്നാലും അതുപോലെ തന്നെ എന്ത് ഐറ്റം ആയിരുന്നാലും ആ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചില സൂക്ഷ്മമായിട്ടുള്ള ഭാഗങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അത് കയറാണെങ്കിൽ പ്രത്യേകിച്ചുണ്ടാവും, അത് തുണിയാണെങ്കിലും ഉണ്ടാകും. എന്ത് ആർട്ടിക്കിൾ ആയിരുന്നാലും ശരി തന്നെ അതിനകത്ത് ഞങ്ങൾ അത് ശാസ്ത്രീയമായിട്ട് അളക്കുന്നത്
സെല്ലോഫാൻ ടേപ്പ് വെച്ചാണ് സാധാരണഗതിയിൽ പോലീസ് ഇത് കൈകാര്യം ചെയ്യുക. അപ്പൊ സെല്ലോഫാൻ ടേപ്പ് വെച്ച് ഈ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയപ്പെടുന്ന ആളിന്റെ ഫിംഗറുകൾ പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ ആ വിരലിൽ പ്രസ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ട് നോക്കുമ്പോൾ ഈ പറയപ്പെടുന്ന കയറിന്റെ ഭാഗങ്ങൾ വിരൽ തുമ്പുകളിലും നഖത്തിന്റെ ഭാഗത്തുമൊക്കെ കാണും. അത് ആത്മഹത്യയുടെ ഒരു ലക്ഷണമാണ്. ഈ കേസിൽ അങ്ങനെയുള്ളതായി മെഡിക്കൽ റിപ്പോർട്ടുകൾ കൊണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ടോ തെളിയുന്നില്ല. ശരി, മൂന്നാമത്തെ കാര്യം, ഈ 19 പേരെ കണ്ട് അറസ്റ്റ് ചെയ്തൊക്കെ അദ്ദേഹം പറയാനുണ്ട്. ഇന്നിപ്പോ 5 പേരെ കൂടെ കൂടുതലുണ്ട് എന്നുള്ളത് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പ്രകാരം വീണ്ടും 5 പേർ കൂടിയുള്ള ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രതികളാക്കപ്പെട്ട 5 പേരെ ഒഴിവാക്കിയത് ലോക്കൽ പോലീസ്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനകത്ത് വളരെ പ്രത്യേകമാക്കപ്പെട്ട ഓവർ ടാക്റ്റുകൾ ഉണ്ട് എന്നും ഇത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയെന്നും സംശയിക്കപ്പെടുന്ന 5 ആളുകളെ പ്രാഥമികമായ പരിശോധനയിൽ നിന്നും ഇവരുടെയെല്ലാം അറസ്റ്റ് നടക്കുകയല്ലായിരുന്നോ ചെയ്തത്? അല്ലല്ല നിങ്ങൾ പിന്നെ നിഷ മനസ്സിലാക്കിക്കോ, അതിനകത്ത് കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വരികയാണ്. 5 പേരെ കൂടി ഞാൻ നിങ്ങൾ വേണമെങ്കിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചോ. 5 പേർ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച 5 പേർ കൂടി ഇതിനകത്ത് പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ വേണമെങ്കിൽ കുറിച്ച് വെച്ചോ. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് കൃത്യസ്ഥല മഹസർ ഡിവൈഎസ്പി അയാൾ ചെയ്തൊരു വലിയ തെറ്റുണ്ട്. എന്നറിയോ? ആകെ 2 സ്ഥലങ്ങളിലുള്ള മഹസർ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് അവിടെ തൂങ്ങി മരിച്ച സ്ഥലത്തുള്ള മഹസർ എഴുതിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഈ ടെന്നീസ് കോർട്ട് വിചാരണ നടന്ന സ്ഥലത്തുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അല്ല, 5 സ്ഥലങ്ങളാണ് കൃത്യസ്ഥലമായിട്ട് വരേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഈ കുട്ടിയെ കൊണ്ടുപോയി SFIയുടെ പ്രധാനപ്പെട്ട യൂണിറ്റ് സെക്രട്ടറിയുടെ കാല് നക്കിക്കുന്നുണ്ട്. ഈ കാലിന്റെ നക്കിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മുൻപല്ലിന്റെ ഭാഗം കൊണ്ട് ഈ കാലിൽ ഒന്ന് ഒരഞ്ഞപ്പോൾ അതിൽ വെച്ച് ശൂന്യമായ ഇരിപ്പിടത്തിൽ ഇരുത്തുന്ന തരത്തിൽ ഇരുത്തി ക്രൂരമായ രീതിയിൽ അവിടെ ബ്രൂട്ടൽ അറ്റാക്ക് നടത്തിയതുള്ളതാണ് ഒരു റിപ്പോർട്ട്. നിങ്ങൾ മനസ്സാക്ഷി മരവിച്ചു പോകും. നിങ്ങൾ വളരെ 1-2 കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നതായിട്ട് അറിയുന്നത് ഏറ്റവും കൂടുതൽ നിർത്താതെ നിലവിളി കേട്ടത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ റൂമിൽ വെച്ചാണ് എന്നുള്ളതാണ്. ഈ കോളേജിന്റെ ഹോസ്റ്റൽ നിയന്ത്രിക്കുന്നത് DYFIയുടെ ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ വളരെ ഗുരുതരമായ ഒരു പരാമർശം നടത്തുകയാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ പോലും പല സന്ദർഭങ്ങളിലായി ഹോസ്റ്റലിലേക്ക് കടത്തിവിടുന്നുണ്ട്. ആ കടത്തിവിടുന്നവരുമായിട്ട് ജില്ലാ സെക്രട്ടറിക്ക് ബന്ധമുണ്ടെന്ന ആരോപണങ്ങളുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ ഈ മരണപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഒരുമിച്ച് ഉന്നയിക്കുകയാണ്. ഞാൻ അതിന് ശ്രീ അനിൽകുമാറിന് തീർച്ചയായും സമയം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ DYFI അതുകൊണ്ടല്ലേ പറയുന്നത് പുതിയ കാര്യങ്ങൾ വരുമ്പോ. ഇനി ഒന്ന് നോക്കൂ, ഈ കൊരവള്ളിയുടെ ഭാഗത്ത് കണ്ട ഇൻസൈസ്ഡ് വൂണ്ട്, അതാണ് ഈ കുട്ടിക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത വണ്ണമുള്ള പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. അതാര് വരുത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെയും ഈ പറയപ്പെടുന്ന പോലീസിന്റെ റിപ്പോർട്ടിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഇൻസൈസ്ഡ് വൂണ്ട് ആരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള പരാമർശം പോലും ഇതുവരെയും കോടതി കൊടുത്ത റിപ്പോർട്ടുകൾ കാണപ്പെടുന്നില്ല. ഇനി ഇതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ CBIയുടെ എൻക്വയറി പ്രഖ്യാപിച്ചു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു തവണയെങ്കിലും പോയി 15 കിലോമീറ്റർ അപ്പുറത്തുള്ള സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോകാൻ എന്തായിരുന്നു സർ കുഴപ്പം? താങ്കളുടെ മരുമകൻ മന്ത്രി ഒരു തവണ ഒന്ന് പോയാൽ എന്താ കുഴപ്പം? ഡീനിന് കൊലപാതകം നടത്തണം അല്ലെങ്കിൽ കൊലപാതകത്തിന് പ്രേരണ നൽകണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ള കാര്യമല്ല പ്രശ്നം. ഒരു കൊലപാതകം നടന്ന ശേഷം അതിനകത്ത് തെളിവുകൾ നശിപ്പിക്കത്തക്ക തരത്തിലുള്ള സമയം എടുക്കാൻ, പ്രതികൾക്ക് ഈ കൊലപാതകം നടത്താനുള്ള സാഹചര്യം ഒരുക്കാൻ എല്ലാ അർത്ഥത്തിലും കൂട്ടുനിന്നവനാണ് ഈ ഡീൻ അതിനകത്ത് പ്രതിയാണ്. 2, അക്ഷയ് ഇതിനകത്ത് പ്രതിയല്ലാതെ ഇവിടെ വാദമുന്നയിച്ചു. അക്ഷയ് പ്രതിയല്ലെന്ന് ആരോടാണ് സാർ പറയുന്നത്? ഈ കുട്ടിയോടൊപ്പം വന്ന് വീട്ടിൽ വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള അക്ഷയ് എന്ന് പറയുന്നവൻ ഈ കുട്ടി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സിദ്ധാർത്ഥന്റെ അമ്മ അക്ഷയെ വിളിക്കുമ്പോ ഈ സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് അറിയാവുന്ന അക്ഷയ്, ഞാൻ ഒരല്പം കൂടി കഴിഞ്ഞിട്ട് ഞാൻ സിദ്ധാർത്ഥന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം അമ്മ എന്ന് പറഞ്ഞ ക്രൂരനല്ലേ? ഇനി അയാളുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് അറിയണോ? കുഞ്ചിത്തണ്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയുടെയും അധ്യാപകന്റെയും ഒരു ലിസ്റ്റ് എടുത്താൽ അക്ഷയിന്റെ അച്ഛൻ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നും
ഏത് പാർട്ടിയിലുള്ള സംസ്ഥാന തലത്തിൽ ബന്ധമുള്ള ആളാണെന്നും എത്രമാത്രം സ്വാധീനമുള്ളവനാണ് അക്ഷയുടെ അച്ഛനും അമ്മയെന്നും വ്യക്തമായിട്ട് അനിൽകുമാറിന് മനസ്സിലാവും. മിസ്റ്റർ അനിൽകുമാർ, നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് വെറും ഒരു റാഗിംഗ് അല്ല, ഇതൊരു കൊലപാതകമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതിനകത്ത് തെളിവായി ഹാജരാക്കേണ്ടിരുന്ന ഫോൺ ഇല്ലായ്മ ചെയ്തു, അഥവാ 3 ദിവസക്കാലം കൊണ്ട് തെളിവുകൾ മാറ്റി കളഞ്ഞു. കയർ ഇതുവരെയും കണ്ടുകെട്ടിയിട്ടില്ല. FSL എടുത്തപ്പോ പ്രതികളുടെ സാന്നിധ്യം പ്രതികളുടെ കൃത്യസ്ഥാനത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. 5 കൃത്യസ്ഥലമുള്ളതിൽ 1 മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രൂരമായ പീഡനങ്ങൾ നടന്നിട്ടുള്ളത് SFയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ റൂമിൽ നിന്നാണ്. ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ പോലീസ് റിപ്പോർട്ടുകൾ ഒരു തരത്തിലും യോജിക്കുന്നില്ല. ഈ രണ്ടും തമ്മിൽ സംഭവമാത്തിടത്തോളം കാലം, ഇത് രണ്ടും തമ്മിൽ ടാലി ആവാത്തിടത്തോളം കാലം എങ്ങനെ പ്രതികളെ ശിക്ഷിക്കും? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുന്നതിന് ആരാണ് വണ്ടിപ്പെരിയാറിലെ അർജുൻ? അല്ലെ, വണ്ടിപ്പെരിയാറിലെ അർജുനെ സംരക്ഷിക്കാൻ പോലീസ്